ലോകത്ത് ഒരു പ്രസിഡന്റിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയട്ടെ. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ ഇടപെട്ടു എന്ന് 80 തവണയിലധികമാണ് പ്രസിഡന്റ് ട്രംപിന് പറയേണ്ടി വന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. വീണ്ടും 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 അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആണെങ്കിൽ വീണ്ടും 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 അത് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒരു വലിയ യുദ്ധം നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഏകദേശം 25 മില്യൺ ആളുകൾ മരണപ്പെടേണ്ട യുദ്ധമായിരുന്നു. ഞാൻ ഇടപെട്ടാണ് അത് അവസാനിപ്പിച്ചത് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഗാസ ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ സംസാരിക്കവെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇത് സമ്മതിപ്പിച്ചത് എന്നൊക്കെ ട്രംപ് പറഞ്ഞത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനെയും ട്രംപ് ഈ യുദ്ധം നിങ്ങൾ നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും വ്യാപാരത്തിൽ, നമ്മൾ ഇനി നിങ്ങളുമായിട്ട് കച്ചവടം ചെയ്യത്തില്ല, വേണമെങ്കിൽ നിർത്തിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നിർത്തി എന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ ഇരിപ്പുണ്ട്. മൂപ്പര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാണോ ഇല്ലാണ്ട്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ട്രംപ് പറയുന്നതൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഇന്ത്യ ഇത് നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും മേൽ ഞാൻ 200% നികുതി ചുമത്തുമെന്ന് പറഞ്ഞു. പണത്തിന്റെ കാര്യം വന്നപ്പോൾ അവർക്ക് യുദ്ധം വേണ്ടെന്നായി. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കണ്ടപ്പോൾ സമാധാനത്തിന് അവർ തയ്യാറായി എന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും കോമഡി നിറഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് എന്നെ പരസ്യമായിട്ട് പ്രശംസിക്കുക പോലും ചെയ്തു. ട്രംപിന്റെ ഇടപെടൽ വഴി 25 മില്യൺ ജനങ്ങളുടെ ജീവനാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് ഷെഹബാസ് ഷെറീഫ് എന്റെ ചീഫ് ഓഫ് സ്റ്റാഫിനോട് പറഞ്ഞു. അല്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഷെറീഫിനോട് അവിടെ ഇരുന്നുകൊണ്ട് ട്രംപ് ചോദിക്കുകയാണ്. അപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. കോമഡി സീനാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, ഇളിച്ചും കൊണ്ട് അവിടെ ഇരിക്കുകയാണേ. അതായത് ട്രംപ് ഈ ആത്മരതി കൊള്ളുന്ന മനുഷ്യനാണ്. അദ്ദേഹം എല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തെ പുകഴ്ത്തി പറയണം. ഇദ്ദേഹം വലിയവനാണ്, മഹാനാണ്, ഞാൻ കാരണം വലിയ യുദ്ധങ്ങൾ തടയപ്പെട്ടു, ഞാൻ ഇത്ര കോടി ആളുകളുടെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ സ്വയം പൊങ്ങിയ മനുഷ്യനാണ്. ഒരു കഥയില്ലാത്തൊരു പൊട്ടൻ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിലെ കോമഡി പാർട്ട് മറ്റൊന്ന്, സംഘർഷത്തിനിടെ 11 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ട്രംപ് പറയുന്നുണ്ട്. ആരുടെ വെടിവെച്ചിട്ടു എന്ന് പറയുന്നില്ലേ. 11 യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധത്തിൽ തകർക്കപ്പെട്ടത്. അതും വളരെ വിലപിടിപ്പുള്ള 11 യുദ്ധവിമാനങ്ങളാണ് തകർക്കപ്പെട്ടത്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായിട്ടുള്ള ഘട്ടത്തിലാണ് ഞാൻ ഇടപെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും പാക് ഭരണാധികാരികളുമായിട്ടും സംസാരിച്ചിട്ടാണ് യുദ്ധമൊക്കെ ഞാൻ നിർത്തിച്ചത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സോ ഇതിലേക്ക് വരാം. അതിനു മുന്നേ ഇന്ത്യയുടെ ഇപ്പൊ ട്രംപ് പറഞ്ഞതിനുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഈ ട്രംപ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉടനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊന്നും അല്ല മറുപടി പറയുന്നത്. ഇന്ത്യ അതിന് മറുപടി പറയുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒഫീഷ്യൽ വഴിയാണ് ഇന്ത്യ മറുപടി പറയുക. അത്ര വിലയൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. അതായത് വീണ്ടും ഇന്ത്യ ട്രംപ് പറഞ്ഞതിനെല്ലാം തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്തിയ ചർച്ചകളിലൂടെയാണ് സംഘർഷം ലഘൂകരിച്ചത് എന്ന ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ട്രംപിന്റെ അവകാശവാദത്തെ വീണ്ടും ഇന്ത്യ വലിച്ച് ചവറ്റുകൊട്ടയിലിട്ടു. സോ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പാകിസ്ഥാൻ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ 2 വിമാനം തകർക്കപ്പെട്ടു എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് 4-5 എണ്ണമെങ്കിലും ഒക്കെ തകർന്നതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പാകിസ്ഥാൻ വലിയ അവകാശവാദമൊന്നും എവിടെയും പറഞ്ഞില്ല. പിന്നെ പറയാൻ തുടങ്ങിയത് ട്രംപാണ്. ആദ്യം പറഞ്ഞ 5 വിമാനം തകർക്കപ്പെട്ടു എന്ന്. പിന്നെ ട്രംപ് 6 അത് കഴിഞ്ഞ് ട്രംപ് 8 പറഞ്ഞു. പിന്നെ ട്രംപ് 9 പറഞ്ഞു, 10 പറഞ്ഞു, ഇപ്പൊ 11 വിമാനം തകർന്നു എന്ന് പറഞ്ഞു. മിക്കവാറും അടുത്ത മാസം ഒരു യോഗം നടക്കുമ്പോൾ 12 ആവും. ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി മിക്കവാറും അത് 100 എണ്ണത്തിൽ എത്തി നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് ഇങ്ങനെ മൂപ്പർക്ക് തോന്നുന്ന പോലെ എണ്ണമൊക്കെ കൂട്ടി പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. ഇതിലെ കോമഡി, ട്രംപ് ഈ പറഞ്ഞ 11 യുദ്ധവിമാനങ്ങൾ എന്ന സ്ഥാനത്ത് വേറൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. 11 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതിന് പകരം 11 പാകിസ്ഥാന്റെ എയർബേസുകൾ തകർത്തു എന്നായിരുന്നു ട്രംപ് പറയേണ്ടിയിരുന്നത്. കാരണം പാകിസ്ഥാൻ തന്നെ ഒഫീഷ്യലി സമ്മതിച്ചിട്ടുണ്ട് 11 എയർബേസുകളാണ് ഇന്ത്യ തകർത്തത് എന്ന്. അപ്പൊ അത് കാരണമാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളൊക്കെ കട്ടപ്പുറത്ത് കിടക്കുന്നത്. അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുകയാണ്. വിമാനങ്ങളൊക്കെ പുറത്തിറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവരുടെ എയർബേസുകളിൽ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു സ്വതന്ത്ര ഏജൻസിയുടെ ഒക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കിരാന ഹിൽസിന്റെ എൻട്രൻസിൽ ആക്രമണം നടത്തി. പാകിസ്ഥാൻ പാനിക്കായി, അമേരിക്കയുടെ സഹായം തേടി. ഇപ്പോ ഷഹബാസ് ഷെറീഫും ഉൾപ്പെടെയുള്ളവര് അമേരിക്കയിലോട്ട് പോയിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഗാസയിലോട്ട് പട്ടാളത്തെയൊക്കെ അയക്കാം ഈ പീസ് പരിപാടിക്ക് വേണ്ടിയിട്ട്. അമേരിക്ക പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റൂ, ഞങ്ങൾ അയക്കാം. പക്ഷെ ഈ സമയത്ത് ഞങ്ങളെ ഇന്ത്യ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് അമേരിക്കയുടെ അടുത്തുനിന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഇൻഡോ പസഫിക് റീജിയണിലെ അമേരിക്കൻ കമാൻഡർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച രീതി അത് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. കാരണം ആക്രമിച്ചത് പാകിസ്ഥാനെ ആണെങ്കിലും പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് ആയുധങ്ങളാണ്, തുർക്കി ഡ്രോണുകളാണ്. പുറമേ അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും അമേരിക്കൻ വിമാനങ്ങളുമാണ്. ഇപ്പൊ ട്രംപ് പറഞ്ഞ എക്സ്പെൻസീവ് വിമാനങ്ങൾ F-16 ആണ് അമേരിക്കയുടെ വിമാനങ്ങൾ. പാകിസ്ഥാന്റെ തന്നെ ഒഫീഷ്യൽ ആളുകൾ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ. അവരുടെ എയർബേസുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. ഈ യുദ്ധം പല രീതിയിലുണ്ട്. ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത് അടുത്തൊരു 5 വർഷത്തേക്ക് പാകിസ്ഥാന് സൈനികമായിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ കൊടുത്തത്. അവരുടെ പ്രധാനപ്പെട്ട എയർബേസുകളും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അടക്കമാണ് ഇന്ത്യ തകർത്തത്. അവിടെയാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇവിടെ ശരിക്കും പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ആരെ വിമാനമാണെന്ന് തകർന്നതെന്നും പറയാതെ വലിയ യുദ്ധമായിരുന്നു, അത് തടയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പാകിസ്ഥാന് അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന സഹായം ഇദ്ദേഹത്തെ പൊക്കി പറഞ്ഞതിനുള്ള പ്രത്യുപകാരം എന്ന നിലയ്ക്ക് കവർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള പണിയാണ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറ് അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് പോലും ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ വീണ്ടും തള്ളിപ്പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം മിണ്ടാതിരുന്നില്ല, തള്ളിപ്പറഞ്ഞു. ഈ ഇന്ത്യയാണ് അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി, ട്രംപിന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നൊക്കെ പലരും പറയുന്നത്. ഇന്ത്യ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ട്രംപിന്റെ ഈ അവകാശവാദം ഒരു ഘട്ടത്തിലും ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ അമേരിക്കയെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ ശരിയാണ്, അമേരിക്ക ഇടപെട്ടു എന്ന് ഇന്ത്യക്ക് അങ്ങ് പറഞ്ഞാൽ മതി, കഴിഞ്ഞില്ലേ? ട്രംപിന് എന്ത് സന്തോഷാവും? ഒരുപക്ഷെ പാകിസ്ഥാനോട് കാണിക്കാത്ത അത്രയും വലിയ സ്നേഹവും മതിപ്പും ഒക്കെ ഇന്ത്യയോട് തോന്നും ട്രംപിന്. പക്ഷെ ഇന്ത്യ ചെയ്യില്ല. അമേരിക്കയുടെ അവകാശവാദങ്ങളെ അങ്ങ് ചുമ്മാ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെയാണ് ഇന്ത്യയുടെ നിലപാട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.